അമേരിക്കയുടെ 50% താരിഫ് ഇന്ന് നടപ്പിലാക്കുന്നതിനെ തുടർന്ന് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് ഇന്ത്യ എങ്ങനെയാണ് ഇതിനെ നേരിടുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ്. ഇപ്പോഴിതാ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു മാസ്റ്റർ സ്ട്രോക്ക് എന്ന രീതിയിൽ പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് GST സ്ലാബുകളിൽ വരുന്ന വ്യത്യാസമാണ്. ഇത് നേരത്തെ തന്നെ നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നതാണ്, ഇത് മുന്നിൽ കണ്ടുകൊണ്ട്. എന്തായിരുന്നാലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ മാസ്റ്റർ സ്ട്രോക്ക് ആയിട്ടുള്ള GST 2.0 നടപ്പിലാക്കാൻ കേന്ദ്രം ഒരുങ്ങുന്നു എന്നാണ് പറയുന്നത്. ഇത് നടപ്പിലാക്കിയാൽ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ രാജ്യത്തിനുണ്ടാകും. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് വലിയ ഗുണമായിരിക്കും ഇത്. കാരണം പല വസ്തുക്കൾക്കും ഗണ്യമായി വില കുറയുമെന്നുള്ളതാണ്. ഇത് അടുത്ത മാസം GST കൗൺസിൽ യോഗത്തിലാണ് ചേരുക. നിരവധി ഇനങ്ങളുടെ നികുതി കുറയ്ക്കാനുള്ള പദ്ധതികൾ യോഗം ചർച്ച ചെയ്യുമെന്ന് റിപ്പോർട്ട് പറയുന്നു. പ്രത്യേകിച്ച് സിമൻറ്റ്, സലൂണുകൾ, ബ്യൂട്ടി പാർലറുകൾ തുടങ്ങി സാധാരണയായി ഉപയോഗിക്കുന്ന സേവനങ്ങളും ലൈഫ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയങ്ങളും ഇത് ഉൾപ്പെടുന്നു. ഭക്ഷ്യവസ്തുക്കളും വസ്ത്രങ്ങളും 5% സ്ലാബിന് കീഴിൽ കൊണ്ടുവരാനുള്ള നിർദ്ദേശമുണ്ടെന്ന് റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് GST കൗൺസിൽ അധ്യക്ഷൻ. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള അംഗങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. സെപ്റ്റംബർ 3-4 തീയതികളിൽ കൗൺസിൽ യോഗം ചേരും. നികുതി സ്ലാബുകൾ കുറയ്ക്കുന്നതിനെക്കുറിച്ചുള്ള തീരുമാനമായിരിക്കും ഇതിൽ പ്രധാനമായിട്ടും എടുക്കുക. നികുതി സമ്പ്രദായം ലളിതമാക്കുകയും വർഗീകരണ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യും. നികുതി സംബന്ധിച്ച് ആശയക്കുഴപ്പം ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കാനാണ് സർക്കാർ അത് ചെയ്യുന്നതെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സിമന്റിന്റെ നികുതി 28% നിന്ന് 18% കുറയും. നിർമ്മാണ അടിസ്ഥാന സൗകര്യ മേഖലകൾ വളരെ കാലമായി ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. സിമന്റ് ഒരു ആവശ്യ നിർമ്മാണ വസ്തുവാണ്. ഈ നീക്കം ഉപഭോക്താക്കൾക്ക് ചെലവ് കുറയ്ക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നിരുന്നാലും നികുതി കുറയ്ക്കലിൻ്റെ ആനുകൂല്യം കമ്പനികൾ ഉപഭോക്താക്കൾക്ക് കൈമാറണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ കൈമാറിയാൽ മാത്രമേ ഇത് ഉപഭോക്താവിന് ലഭിക്കൂ. അതിന് കേന്ദ്രം നടപടിയെടുക്കണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സിമന്റ്, സലൂണ്, ബ്യൂട്ടി പാർലർ തുടങ്ങിയ സാധാരണയായി ഉപയോഗിക്കുന്ന സേവനങ്ങളിൽ നിന്നും ലൈഫ് ഇൻഷുറൻസ് പ്രീമിയങ്ങളിൽ നിന്നും നികുതി കുറയ്ക്കാൻ സാധ്യതയുണ്ട്. സിമന്റിന്റെ നികുതി 28% നിന്ന് 18% ആകും. ചില പൊതുസേവനങ്ങൾക്കുള്ള നികുതി 18% നിന്ന് 5% കുറയ്ക്കാൻ കഴിയുമോ എന്ന് സർക്കാർ പരിഗണിക്കുന്നു. ചെറുകിട സലൂണുകളെ ഇതിനകം ഒഴിവാക്കിയിട്ടുണ്ട്. ഇടത്തരം ഉയർന്ന നിലവാരമുള്ള സലൂണുകൾക്ക് 18% GST ബാധകമാണ്. ആളുകൾ വാങ്ങുന്ന ടേം ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾക്ക് GST 0 മിക്ക സാധനങ്ങൾക്കും സേവനങ്ങൾക്കും യഥാക്രമം 5%, 18% സ്ലാബുകളായിരിക്കും. ചില പ്രത്യേക ഇനങ്ങൾക്കും ആഡംബര വസ്തുക്കൾക്കും 40% വരെ ഈടാക്കും എന്നും റിപ്പോർട്ടുകളുണ്ട്. പശ്ചിമ ബംഗാൾ പോലുള്ള ചില സംസ്ഥാനങ്ങൾ GST ഉയർന്ന പരിധി 40% കൂടുതൽ ഉയർത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇത് തെറ്റായ സൂചന നൽകുമെന്നാണ് വൃത്തങ്ങൾ പറയുന്നത്. എന്തായാലും ഇത് വരുമ്പോൾ രാജ്യത്ത് വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ വിദഗ്ധർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.